ഇനി എന്തൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ നമ്മൾ കണ്ടു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്തിനു വേണ്ടിയിട്ടുള്ള ഇറ്റ് ഈസ് ഇൻറ്റു ടു ഇൻഫ്ലുവൻസ് ടോട്ടൽ വോളിയം ഓഫ് ക്രെഡിറ്റ് ഇൻ സർക്കുലേഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ്. അതായത് കോസ്റ്റ് ഓഫ് ക്രെഡിറ്റും ടോട്ടൽ വോളിയം ഓഫ് ക്രെഡിറ്റും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൻ്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്നത് ഏതൊക്കെയാണ്? ബാങ്ക് റേറ്റ് പോളിസി, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, വേരിയേഷൻസ് ഇൻ റിസർവ് റേഷ്യോ, then statutory liquidity ratio, repo rate, reverse repo rate, margin standing facility. ഇതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിൽ വരുന്ന അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ആദ്യത്തേത് ബാങ്ക് റേറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് പോളിസി എന്താണെന്ന് നോക്കാം. ബാങ്ക് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ഡിസ്കൗണ്ട്സ് ദി എലിജിബിൾ ബിൽ ഓർ മേക്ക് അഡ്വാൻസസ് അഗെയിൻസ്റ്റ് അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. അതായത് സെൻട്രൽ ബാങ്ക് കമേഴ്സ്യൽ ബാങ്ക്സിന് റീഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്ന റേറ്റ് അല്ലെങ്കിൽ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസിൻ്റെ മുകളിൽ അഡ്വാൻസ് കൊടുക്കുന്ന റേറ്റിനെയാണ് നമ്മൾ എന്താ പറയുക, ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾട്ടർനേറ്റീവ്ലി കോൾഡ് ആസ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയാറുണ്ട്. അതായത് ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് സെൻട്രൽ ബാങ്ക് റീഡിസ്കൗണ്ട് ചെയ്യുന്ന ചെയ്യുന്ന റേറ്റോ അല്ലെങ്കിൽ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസിൻ്റെ മുകളിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുന്ന റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. It is the rate of interest charged by central bank while providing financial accommodation or assistance to the commercial bank. It is the rate at which central bank or the rate of interest charged by the central bank at the time of providing financial assistance to the commercial bank. Commercial banks financial assistance കൊടുക്കുമ്പോൾ ചാർജ് ചെയ്യുന്ന rate of interest നെയാണ് bank rate എന്ന് പറയുന്നത്. Bank rate is a traditional weapon of credit control and ഒരു ട്രഡീഷണൽ മെത്തേഡ് കൂടിയാണ്. And it is the earliest method of credit control which was used by the Bank of England till the outbreak of the First World War. It is employed under the assumption that there is a direct relationship between the bank rate and the market. Bank rate ഉം market rate ഉം തമ്മിൽ ഒരു ഇതായിട്ടുള്ള പോസിറ്റീവായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡിഫ്ലേഷണറി പീരീഡിൽ എങ്ങനെയായിരിക്കണം, ഇൻഫ്ലേഷണറി പീരീഡിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഇനി തന്നിരിക്കുന്നത്. അണ്ടർ ഇൻഫ്ലേഷണറി കണ്ടീഷൻ ദി സെൻട്രൽ ബാങ്ക് വിൽ ഇൻക്രീസ് ഓർ ഹൈക്ക് ദ ബാങ്ക് റേറ്റ്. എ റൈസ് ഇൻ ബാങ്ക് റേറ്റ് brings about a corresponding rise in market rate, and a rise in the market price implies a rise in the cost of borrowing, and here the money has become dearer to the borrowers. Inflationary situation എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മണി സപ്ലൈ കൂടുതൽ സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്ക് മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യാണ് വേണ്ടത്. മണി സപ്ലൈനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്താ, ഇക്കോണമിയിലുള്ള മണി സപ്ലൈൻ്റെ എമൗണ്ടിന് സെൻട്രൽ ബാങ്ക് കൺട്രോൾ ചെയ്യണം. അപ്പോൾ കൂടുതൽ ലോൺ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ സെൻട്രൽ ബാങ്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ അത് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ ബാങ്ക് റേറ്റ് കുറയ്ക്കും. ബാങ്ക് റേറ്റ് കുറയ്ക്കുമ്പോൾ ആൾക്കാർ അധികം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ബാങ്ക് റേറ്റ് കൂട്ടും. ബാങ്ക് റേറ്റ് കൂട്ടുമ്പോൾ അധികം ആൾക്കാർ ബാങ്കിൽ നിന്ന് ലോൺ സെൻട്രൽ ബാങ്കിൻ്റെ പോയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോവില്ല. ഓട്ടോമാറ്റിക്കലി കൊമേഴ്സ്യൽ ബാങ്ക്സ് ക്രെഡിറ്റ് ക്രിയേഷൻ അവരവരുടെ കൊമേഴ്സ്യൽ ബാങ്ക്സിൽ നിന്ന് കൊടുക്കുന്ന ബാങ്കുകളിൽ നിന്ന് കൊടുക്കുന്ന ലോണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കുകയും അതുവഴി മണി സപ്ലൈനെ കുറയ്ക്കാനുള്ള ഒരു ടൂളായിട്ട് സെൻട്രൽ ബാങ്ക് യൂസ് ചെയ്യും. That means at the time of inflation the central bank increases the bank rate. ആൻഡ് ഡിഫ്ലേഷണറി സിറ്റുവേഷൻ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, അതായത് ബാങ്ക് റേറ്റ് ഡിക്രീസ് ചെയ്തുകൊണ്ട് ഇക്കോണമിയിൽ മണി സപ്ലൈനെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ദാറ്റ് ഈസ് ഡ്യൂറിങ് ഇൻഫ്ലേഷൻ RBI hikes the bank rate, and that is they follow the dear money policy or tight money policy, and deflationary situations they follow cheap money policy or the expansionary monetary policy. ഇത്രയാണ് നമ്മൾ അതിൽ ഓർത്ത് വയ്ക്കേണ്ടത്. സെക്കൻഡ് വൺ ക്യാഷ് റിസർവ് റേഷ്യോ ഓർ ദ വേരിയബിൾ റിസർവ് റേഷ്യോ എന്നുള്ളതാണ്. അതായത് CRR അല്ലെങ്കിൽ വേരിയബിൾ റിസർവ് റേഷ്യോ. CRR is an effective and direct method of credit control. It is also called required reserve ratio of the minimum requirements. The Keynes suggested this method for the first time, and it was introduced by Federal Reserve System of USA in 1935. Now almost all the countries of the world uses this as a weapon. That is cash reserve ratio എന്നുള്ളത് ആദ്യമായി സജസ്റ്റ് ചെയ്തത് കെയ്ൻസും കൊണ്ടുവന്നത് ഫെഡറൽ റിസർവ് സിസ്റ്റത്തിലാണ് 1935. As per the cash reserve ratio, every commercial bank is required by law or the custom to maintain a minimum percentage of deposit with the central bank. അതായത് സെൻട്രൽ ബാങ്ക് ആയിട്ട് ഒരു മിനിമം റിസർവ് കീപ്പ് ചെയ്യേണ്ടത്, അതായത് ടോട്ടൽ പെർസെൻറ്റേജ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ CRR എന്ന് പറയുക. എത്രയാണ് റേറ്റ്, അവരുടെ ടോട്ടൽ ഡെപ്പോസിറ്റിന് എത്ര പെർസെൻറ്റേജ് കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു റേറ്റ് ഉണ്ടാകും. അതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്നുള്ളത് പറയാം. അത്
കൂട്ടുക കുറയ്ക്കുക എന്നുള്ളതാണ് ഇൻഫ്ലേഷണറി ആൻഡ് ഡിഫ്ലേഷണറി സിറ്റുവേഷനിൽ ചെയ്യാം. ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾക്ക് എന്താ ഇക്കോണമിയിൽ കൂടുതൽ മണി സപ്ലൈ ഉണ്ട്. അതുകൊണ്ട് തന്നെ റിസർവ് കൂട്ടുകയാണ് ചെയ്യുക. ഡെപ്പോസിറ്റിൻ്റെ കുറേ പോർഷൻ സെൻട്രൽ ബാങ്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ റിസർവ് ഇൻക്രീസ് ചെയ്യാം. ഡിഫ്ലേഷണറി സിറ്റുവേഷൻ ആണെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഓർത്ത് വയ്ക്കേണ്ടത്. ദെൻ ഇവിടെ CRRൻ്റെ ഓപ്പറേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഡ്യൂറിങ് ഇൻഫ്ലേഷൻ RBI increases the CRR. This will reduce the excess reserves of the commercial banks, fall in the volume of credit given by the commercial bank, reduction in the supply of money, cut the excess demand, fall in the price level, price stability and economic growth. ഇതാണ് ആ മെക്കാനിസം എന്ന് പറയുന്നത്. Then നേരെ ഓപ്പോസിറ്റ് ആണ്. ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് ഡിഫ്ലേഷണറി സിറ്റുവേഷൻ RBI cuts CRR, then increase the excess reserves of the commercial banks, raises the volume of credit, increase in the supply of money, boost the demand, revive the price level and the economy from the crisis, and price stability and economic growth can be achieved. This is the CRR അല്ലെങ്കിൽ cash reserve ratio എന്ന് പറയുന്നത്. And statutory liquidity ratio എന്ന് പറയുന്നതാണ് third important measure എന്ന് പറയുന്നത്. This is also another important quantitative measure. It is the mandate for the bank that they must keep itself a stipulated portions of the demand deposit and time deposit in the form of the liquid asset, namely cash, gold or approved securities must. അത് ക്യാഷിൻ്റെ ഫോമിൽ അല്ലാതെ ഗോൾഡിൻ്റെയും അല്ലെങ്കിൽ അപ്രൂവ്ഡ് സെക്യൂരിറ്റീസിൻ്റെ ഒക്കെ ഫോമിൽ, അസറ്റ്സിൻ്റെ ഒക്കെ ഫോമിൽ വെക്കുന്ന അതിനെയാണ് നമ്മൾ എന്ത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുക, SLR എന്ന് പറയാം. ഇതിൻ്റെ മേജർ പർപ്പസ് എന്ന് പറയുന്നത് enable the government to borrow from the commercial bank, then to have enough liquid funds to enable central bank to control the amount of advance of the banks. ഇതൊക്കെയാണ് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് സെൻട്രൽ ബാങ്ക്, കൊമേഴ്സ്യൽ ബാങ്ക് സെൻട്രൽ ബാങ്കിൻ്റെ ഇതിൽ ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ പോർഷനായിട്ട് വയ്ക്കുന്ന അസറ്റ്, ഗോൾഡ്, അപ്രൂവ്ഡ് സെക്യൂരിറ്റി ഇതിൻ്റെ പോർഷനെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റേഷ്യോനെയാണ്, റേറ്റിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയാം. അതിൻ്റെ ഓപ്പറേഷൻ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഇൻഫ്ലേഷൻ സെൻട്രൽ ബാങ്ക് increases the SLR. It will reduce the resources of the bank and by credit creation process of the commercial banks. ഇത്രയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അടുത്തത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആൻഡ് അതർ ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റ് ബൈ ദി സെൻട്രൽ ബാങ്ക്. ഓപ്പൺ മാർക്കറ്റിൽ തന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ സെയിൽ ആൻഡ് പർച്ചേസ് നടത്തുന്ന അതിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയാം. In practice, central bank make purchase or sale of only government securities, both the long term and short term. There are two principal motives, and first one to influence the reserves of the commercial bank, second one to affect the market rate of interest. ഇതാണ് അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. അതായത് റിസർവ്സ് കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ റിസർവിനെ കൺട്രോൾ ചെയ്യുക, അതുപോലെ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കൺട്രോൾ ചെയ്യുക. ഇത് രണ്ടുമാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ എന്താ ചെയ്യുന്നത്? സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ദി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓഫ് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. Open market operations are conducted by RBI by way of sale or purchase of the government securities to adjust the money. During inflationary period, central bank എന്ത് ചെയ്യും? സെൻട്രൽ ബാങ്ക് സെൽ, ഇവിടെ സെയിൽ ഉണ്ട് പർച്ചേസ് ഉണ്ട്. ഇൻഫ്ലേഷൻ ആണെങ്കിൽ സെൽസ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ടു സ്റ്റക്ക് ഔട്ട് ദി ലിക്വിഡിറ്റി. അതായത് സെൻട്രൽ ബാങ്ക് സെൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ആരാണ് വാങ്ങിക്കുക? ബാക്കിയുള്ള കൊമേഴ്സ്യൽ ബാങ്കാണ് വാങ്ങിക്കുക. കൊമേഴ്സ്യൽ ബാങ്ക് വാങ്ങിക്കണമെങ്കിൽ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കുക. അപ്പോൾ കുറേ കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ കയ്യിലുള്ള കുറേ പൈസ സെൻട്രൽ ബാങ്കിലേക്ക് പോകും. അങ്ങനെ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ പറ്റും മണി സപ്ലൈ. ഡ്യൂറിങ് ഡിഫ്ലേഷൻ ആണെങ്കിലോ സെൻട്രൽ ബാങ്ക് നേരെ പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്യുമ്പോഴെന്താ? സെൻട്രൽ ബാങ്ക് പൈസ കൊടുത്തിട്ട് കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുക. ആ സമയത്ത് ഇക്കോണമിയിലേക്ക് കുറേ മണി സപ്ലൈ വരികയാണ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യും? ഇക്കോണമിയിലുള്ള മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുകയും അതുവഴി എക്കോണമിയിലുള്ള സപ്ലൈ ഓഫ് മണി നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഡിഫ്ലേഷണറി സിറ്റുവേഷനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അടുത്തതാണ് ഷോർട്ട് ടേം ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡായിട്ടുള്ള ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി